ചമ്രവട്ടത്തയ്യപ്പൻ. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം എന്നാണ് പറയുക. അതായത് അയ്യപ്പൻ കാവ് എന്നാണ് ഇതിന് പറയുക. ഇത് പണ്ട് കാലം ഒരു കാവായിരുന്നു, ചുറ്റുഭാഗം മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിന്നിരുന്നൊരു കാവാണ്. അതിലിപ്പോൾ 2013 അഗ്നിക്കരയായി ക്ഷേത്രം. അതിനുശേഷം ആ കാടൊക്കെ മാറ്റി അവിടെ പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ചതാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് ഇടതോർന്നു നിൽക്കുന്ന വനമരങ്ങൾക്കിടയിൽ 7000 വർഷങ്ങൾക്ക് മുമ്പ് മഹാ തേജസ്വിയായ ഒരു താപസൻ തപസ്സിരുന്നു. ശമ്പര മഹർഷി എന്നായിരുന്നു താപസന്റെ പേര്. വർഷങ്ങൾ നീണ്ട മഹാതപസ്സിനൊടുവിൽ ഒരു രാത്രിയിൽ താപസിന് മുന്നിൽ ഒരു ദിവ്യ വെളിച്ചം പെയ്തിറങ്ങി. തൻ്റെ തപസ് സഫലമായ സന്തോഷത്തിൽ ശമ്പര മഹർഷി ദിവ്യ വെളിച്ചത്തെ കൈകൂപ്പി വന്ദിച്ച് ശിവസ്തോത്രം ചൊല്ലി. അപ്പോഴും ആ ദൈവിക വെളിച്ചം ഭൂമിയിൽ ലയിക്കാതെ അങ്ങനെ നിശ്ചലമായി നിന്നു. അത് ശിവജ്യോതിസല്ല എന്ന് അവസാനം ശമ്പര മഹർഷി തിരിച്ചറിഞ്ഞു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ആദ്യത്തെ പൂജ ഈ ക്ഷേത്രത്തിൽ 5:30 മണിക്കാണ് അമ്പലം തുറക്കുക. അവിടെ ആദ്യത്തെ പൂജ നടക്കുന്നത് കുറ്റിശ്ശേരി മനക്കാരാണ്. അവർ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരാണ്. അവരാണ് ഈ പൂജ ഫസ്റ്റിൽ ചെയ്യുക. സംഭവങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ശേഷം ശമ്പര മഹർഷി വിഷ്ണു മന്ത്രം ചൊല്ലി ദൈവിക തേജസ്സിനെ വന്ദിച്ചു. അപ്പോഴും ദിവ്യ വെളിച്ചം ഭൂമിയിൽ ലയിക്കാതെ നിശ്ചലമായി നിന്നു. ശമ്പര മഹർഷി പിന്നീട് തുടർച്ചയായി ദുർഗാമന്ത്രവും ഗണപതി മന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവും ആവർത്തിച്ച് ചൊല്ലി വന്നിച്ചപ്പോഴും ദൈവിക വെളിച്ചം ചലനമില്ലാതെ അതേപടി നിശ്ചലമായി നിന്നു. അവസാനം ശമ്പര മഹർഷി തൻ്റെ ജ്ഞാന തപോശക്തി ജ്വലിപ്പിച്ച് ദൈവിക ലോകത്തെ വലയം ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളെ പ്രസാദിപ്പിച്ചു. ശേഷം അന്തിമ ദേവതാ നിർവചനത്തിൽ ധർമ്മശാസ്ത്ര മന്ത്രം ചൊല്ലി ദിവ്യ വെളിച്ചത്തെ വന്ദിച്ചു. ആ നേരം അലൗകികമായ ഒരു ചലനം അന്തരീക്ഷത്തിൽ രൂപപ്പെടുകയും ദിവ്യ വെളിച്ചം താപസഭൂമിയിൽ വിലയം കൊള്ളുകയും ചെയ്തു. ദിവ്യ വെളിച്ചം മണ്ണിലേക്ക് ലയിച്ച നേരം ധർമ്മശാസ്ത്ര സ്വയംഭൂ പ്രത്യക്ഷമായി. അവിടെ ആദ്യം എത്തിച്ചേർന്ന് കുറ്റിശ്ശേരി മനയിലെ ബ്രാഹ്മണന് പൂജാവിധി നിർണയിച്ച് ഏൽപ്പിച്ച ശേഷം ശമ്പര മഹർഷി വനാന്തരത്തിലേക്ക് അവധൂതയാത്ര തുടർന്നു. 5:30 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ 11 മണിക്കാണ് അമ്പലം അടയ്ക്കുക. അങ്ങനെയാണ് തുറന്നു. പിന്നെ 5:30 മണിക്ക് വൈകിട്ട് തുറക്കും. 7:30 വരെ തുറന്നിരും. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശമ്പര മഹർഷി തപസ്സിരുന്ന വട്ടം അഥവാ വൃത്തം തപരവട്ടം എന്ന പേരിൽ അറിയപ്പെടുകയും കാലാന്തരത്തിൽ ചമ്രവട്ടമായി തീരുകയും ചെയ്തു.
ചെമരം കോട്ടം എന്നൊരു പുരാതന പേര് കാലാന്തരത്തിൽ ലോപിച്ച് ചമ്രവട്ടമായി തീർന്നതാണ് എന്ന ഒരു വിശ്വാസ പ്രമാണവും നിലനിൽക്കുന്നുണ്ട്. ചുറ്റും വെള്ളത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശാസ്താവാണ്, അതും സ്വയംഭുവാണ് ഇവിടെ. അപ്പം അത് പിന്നെ നമുക്ക് നോക്കിയാൽ കാണുമൊന്നുമില്ല, അത് ഉള്ളിലാണ്. പുറത്താണ് ഉപദേവന്മാരിരിക്കുന്നത്. വിഷ്ണു, പിന്നെ ഗണപതി, അയ്യപ്പൻ, ദുർഗ, ഭദ്രകാളി, ശിവൻ, അവർ 3 പേരും 5 പേരും പുറത്തായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെത്. കാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആറ് 7 നൂറ്റാണ്ടിൽ ജൈനമതം കേരളത്തിലാകെ വ്യാപിച്ചപ്പോൾ അതിൻ്റെ പ്രഭാവം ചമ്രവട്ടം ക്ഷേത്രത്തെയും സ്വാധീനിച്ചതായി കാണുന്നു. അടുത്ത കാലം വരെ ചേലക്കര ഭാഗങ്ങളിൽ നിന്ന് നായ്ക്കരന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം മണ്ഡലകാലങ്ങളിൽ ക്ഷേത്രത്തിൽ പതിവായി എത്തുകയും അവരുടെ കുട്ടികളെ അടിമകെടുത്തുകയും ചെയ്തതായി പ്രമാണങ്ങളിൽ കാണുന്നു. ഇവിടുന്നാണ്ട് ഇറങ്ങി പോകുന്നത് വെള്ളത്തിൽ കൂടിയാണ്, വെള്ളത്തിൽ കൂടെ നടന്നു പോകണം. അതേപോലെ തോണിയാണ് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു പാലുണ്ടാക്കി പാലത്തിലൂടെയാണ് ആളുകൾ അങ്ങോട്ട് കടന്നു പോകുന്നത്. ആ തോണി അവിടെ ഉണ്ട്, ആ തോണി നമുക്കിപ്പോഴും കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പൂജയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മണി കൊട്ടി പൂജ ഇല്ലാത്തൊരു സ്ഥലമാണ്. സാധാരണ എല്ലാ ക്ഷേത്രത്തിലും മണി അടിക്കും പൂജിക്കുമ്പോൾ, ഇവിടെ അതില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട്. താപസൻ ദിവ്യ വെളിച്ചത്തെ വന്ദിച്ച് ആദ്യം മന്ത്രം ജപിച്ച ദേവതകൾ ശിവൻ, വിഷ്ണു, ദുർഗാദേവി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവരെല്ലാം ചമ്രവട്ടം ക്ഷേത്രത്തിലെ ഉപദേവതകളായി തീർന്നു. ഉപദേവതകൾക്കൊന്നും തന്നെ പ്രത്യേക പൂജകളൊന്നും നടത്താറില്ല. രാവിലെ ഉപദേവതകൾക്ക് നിവേദ്യം സമർപ്പിക്കും. ധർമ്മപത്നി പ്രഭയോടും പുത്രൻ സത്യകനോടുമൊപ്പം ദേവതാ ദാമ്പത്യത്തിൽ കുടുംബസ്ഥനായാണ് ചമ്രവട്ടത്തെ ശാസ്താവ് വസിക്കുന്നത്. ശബരിമല അയ്യപ്പനെ പോലെ ചമ്രവട്ടത്തെ ശാസ്താവ് ബ്രഹ്മചാരിയല്ല. എന്നാൽ ശബരിമലയിലേതുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ ചമ്രവട്ടം ക്ഷേത്രത്തിൽ എല്ലാവർക്കും ദർശനം നടത്താവുന്നതാണ്. ആര്യന്മാരുടെ കാലത്ത് ഉള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. നമ്മൾ പുതുക്കി പണിയ സമയത്ത് ഇതൊക്കെ അതിൻ്റെ തറയൊക്കെ മാറ്റിയെടുക്കുമ്പോൾ ഈ നായകളുടെയും അതുപോലെ പിന്നെ കാളകളുടെയും ഒക്കെ പിന്നെ ഒരു രൂപം അതിൽ നിന്ന് ഒക്കെ കിട്ടുകയുണ്ടായി. അത് ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണെന്നാണ് പറഞ്ഞു കേട്ട്. കുറേ അവിടെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. പുരാതന കാലം മുതൽ തന്നെ ചമ്രവട്ടം ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നു. അടിസ്ഥാനപരമായി വനാന്തര ദൈവിക സ്വരൂപം പ്രാപിച്ച ചമ്രവട്ടത്തെ ശാസ്താവിന് പ്രശാന്തമായ പ്രപഞ്ചഹരിത കമനീയതയോടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ വമ്പിച്ച ആൾക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവങ്ങളും ചടങ്ങുകളും ചമ്രവട്ടത്ത് നടക്കാറില്ല. പിന്നെ ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ പായസമാണ് ഇവിടെ നിവേദ്യം. ഭഗവാന്റെ ഇഷ്ടം ഇത് പായസമാണ്. പിന്നെ ശതം എന്ന് പറഞ്ഞൊരു ഇതും കൂടിയുണ്ട്. അത് നമ്മൾ ഈ നാളികേരയുടെ പിഴിഞ്ഞുണ്ടാക്കി പാലെടുത്തുണ്ടാക്കുന്ന ഒരു ഇതാണ്. അതൊരു പ്രത്യേക വഴിപാടാണ്. പിന്നെ രോഗങ്ങൾ വരുന്നതിന് ചർമ്മരോഗം ഇങ്ങനെയുള്ളതിനൊക്കെ ഈ ഒരു ഇതുണ്ടാവും. അതിനെന്താ പറയുക, നെരിപ്പട. അത് ഒരു പ്രത്യേക ഒരു വഴിപാടുണ്ട്. പിന്നെ നെയ്യാണ് അവിടെ ഉള്ളിൽ കത്തിക്കുക. നെയ്യും പ്രധാനമായിട്ട് കത്തിക്കുന്നത് നെയ്യാണ്.
ഭാരതപ്പുഴയിൽ വസിച്ചതിനാൽ ചമ്മർവട്ടത്തയ്യപ്പൻ്റെ ജലപ്രഭാവം പ്രധാനമായും ജലരക്ഷയിലും പ്രളയരക്ഷയിലുമാണ് കുടികൊണ്ടത്. പ്രളയത്തിൽ നിന്നും കാലവർഷക്കെടുതിയിൽ നിന്നും രക്ഷ തേടി കാലാകാലങ്ങളിൽ അനവധി പേർ ചമ്മറവട്ടത്തയ്യപ്പനെ അഭയം പ്രാപിച്ചു. നെൽകൃഷി പ്രധാനമായിരുന്ന അക്കാലത്ത് കാലവർഷ പ്രളയക്കെടുതിയിൽ നിന്നും കാർഷിക വിളവിനെ രക്ഷിക്കാനായി നാനാ ദിക്കുകളിൽ നിന്നും മനുഷ്യർ ചമ്മറവട്ടത്തയ്യനെ തേടി വന്നു. വൃക്ഷലതാദികളിൽ നിന്നും ലഭിക്കുന്ന ആദ്യ വിളകൾ ചക്ക, മാങ്ങ, വാഴക്കുല എന്നിവ പ്രളയരക്ഷയ്ക്കായി അയ്യപ്പന് വഴിപാട് സമർപ്പിക്കാറുണ്ട്. അയ്യപ്പനുള്ള കാർഷിക ഫല വഴിപാടുകൾ ദൂരദേശക്കാർ പുഴയിലൊഴുക്കുകയും പതിവാണ്. ചമ്മർവട്ടം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ചതുശതം ദുരിതപരിഹാരത്തിനും കുടുംബദോഷ പരിഹാരത്തിനും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും എന്നിവയ്ക്കുമാണ്. പിന്നെ ഭഗവാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് ഇവിടെ തീയാട്ടാണ്. ആ തീയാട്ട് ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഇപ്പോൾ നടത്തിയത്. അപ്പോൾ അതിന് നല്ല ആളുടെ പങ്കാളിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വൈകിട്ട് ആ ഭഗവാന്റെ പിന്നെ ചിത്രം കളം വരച്ചിട്ട് അതിൽ നിന്നിട്ട് ചെയ്യുന്നതാണ്. അതൊരു പ്രത്യേക ഒരു കൂട്ടരാണ് അത് ചെയ്യുന്നത്. അവരുടെ എന്തോ ഒരു പേരൊക്കെ പറയും. അവരാണ് അത് ചെയ്തത്. അവർ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളികേരം ഉടയ്ക്കുന്ന ഒരു 12,000 നാളികേരം 5,000 നാളികേരമൊക്കെ ഉടയ്ക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി അത് 2 പ്രാവശ്യമായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. ഇതാണ്, അല്ലാതെ വേറെ ഉത്സവമായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ ആറാട്ടാണ്. ആറാട്ട് പുഴയ്ക്ക് വെള്ളം നിറയെ വരുന്ന സമയത്താണ് ഭഗവാന്റെ ആറാട്ട് ഇവിടെ നടക്കുക. അത് എല്ലാ വർഷവും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില വർഷങ്ങളിൽ 2 പ്രാവശ്യം ഉണ്ടാവും, ചില വർഷങ്ങളിൽ ഇല്ലാതെ പോകും, ചില വർഷങ്ങളിൽ 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ 24 ഉണ്ടായി, 25 ഉണ്ടായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. 2018, 2019 വെള്ളപ്പൊക്കത്തിൽ നല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളമായിരുന്നു. അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ആ സമയത്ത് പൂജ നടത്തിയത് നമ്മൾ ഈ കരയിൽ വെച്ചിട്ടാണ്. പ്രസാദം ഉണ്ടാക്കി ഭഗവാന് ദേവിക്കുന്ന സമയം എല്ലാവരും നാട് വിട്ടുപോയപ്പോഴും തിരുമേനിയും ശാസ്താവും മാത്രം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഇതിന് പ്രത്യേകത ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതൊരു കാണാൻ നല്ലൊരു ഇതാണ്. ക്ഷേത്രത്തിന് ചുറ്റും വെള്ളവുമാണ്. ക്ഷേത്രം അതിൻ്റെ നടുക്കിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. ആ സമയത്ത് ആറാട്ട് സമയത്ത് എല്ലാവരും വന്ന് കുളിക്കും ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നെരിപ്പട ചർമ്മരോഗമോചനത്തിനും വിശേഷം, കാര്യസാധ്യം, ശ്രേയസ് എന്നിവയ്ക്ക് ഒറ്റപ്പം സഹസ്രനാമ പുഷ്പാഞ്ജലി ശ്രേയസ്സും ഐശ്വര്യവും വന്നു ചേരുന്നതിന്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ജീവിത സൗഭാഗ്യത്തിന്, ശനീശ്വര മന്ത്ര പുഷ്പാഞ്ജലി ശനിദോഷ പരിഹാരത്തിന്, ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലി ശാസ്താവിൽ നിന്നുള്ള സർവ്വ അനുഗ്രഹത്തിനായി, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കുടുംബപരമായ ഐക്യത്തിനും പരസ്പര ദാമ്പത്യ വശ്യതയ്ക്കും, അഷ്ടോത്തര ശതം പുഷ്പാഞ്ജലി വിദ്യയും ആയുസ്സിനും, പുരുഷസൂക്ത പുഷ്പാഞ്ജലി സൽസന്താനലബ്ധിക്കായും, ത്രികാല പൂജ ത്രികാലങ്ങളിലുള്ള ദോഷപരിഹാരത്തിനും, ആയുസൂക്ത പുഷ്പാഞ്ജലി ദീർഘായുസ്സിനും, നിത്യപൂജ നിത്യശ്രേയസ്സിനുമാണ്. മറ്റു വഴിപാടുകൾ പുഷ്പാഞ്ജലിയും പായസവും കൂട്ടുപായസവും നെയ്പായസവും, വിളക്ക്, നെയ്വിളക്ക്, ചുറ്റുവിളക്ക് മാല, തെച്ചിമാല, മലർ നിവേദ്യം, ചോറൂണ്, ഗണപതി ഹോമം, നിറമാല, തുലാഭാരം, വിവാഹം, കെട്ടുനിറ, ചന്ദനം ചാർത്തൽ തുടങ്ങിയവയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽപ്പെട്ടതാണ്. സാധാരണ ഭക്തർ വരും, രാവിലെ മാലയിടാൻ വേണ്ടി വരും. മാലിട്ട് അവർ പോവും. ചിലർ പിന്നെ നടന്നു പോകുന്ന സ്വാമിമാരോട് വന്ന് താമസിക്കാറുണ്ട്. അങ്ങനെ ആ വഴി ചില സമയത്ത് ഉച്ചയ്ക്ക് പോകും, ചിലപ്പം ചിലർ രാത്രി നിന്ന് പിറ്റേ ദിവസം രാവിലെ പോകും. പിന്നെ വഴിപാടുകളും കാര്യങ്ങളും ചുറ്റുവിളക്ക്, പായസം, നിവേദ്യങ്ങളൊക്കെ ഇവിടെ നാട്ടിലുള്ളവരും ചെയ്യും, പുറത്തുനിന്ന് വന്ന ആൾക്കാരും ചെയ്യും. അങ്ങനെയായിട്ടുള്ള പരിപാടികൾ.
ഉത്സവമില്ല ഇവിടെ ആറാട്ട് എന്ന് പറഞ്ഞാൽ പുഴയ്ക്ക് വെള്ളം വരുന്ന സമയത്ത് എപ്പോഴാണ് അത് വരിക, അമ്പലത്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമെന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ഇവിടെ ആറാട്ട് എന്ന് പറയുന്നത്. നല്ല മഴയുള്ള സമയത്ത് നല്ല മഴ ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ വെള്ളം കയറിക്കൊള്ളുന്നില്ല. അത് നല്ല നിറയെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാവും. അത് രാത്രിയിലാവും, ചിലപ്പം പകലാവും, എപ്പോഴാണ് ആർക്കും പറയാൻ പറ്റില്ല. അതിനാണ് ആറാട്ട് എന്ന് പറയുന്നത്. പിന്നെ മഴൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവർ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് പെടില്ല. ചിലവർ പന്തലിടുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ 2 നാളികേരം അടിച്ചിട്ട് ഈ മഴക്കാലത്ത് അവിടെ തൂക്കും. അയ്യപ്പസ്വാമിക്ക് ഇങ്ങനെ ഞങ്ങളുടെ പരിപാടി കഴിയുന്നേരം മഴ ഉണ്ടാവരുത്, അങ്ങനെ ഞങ്ങൾ അതിനൊരു പായസം കഴിച്ചോളാം, അങ്ങനെ വന്നിട്ട് ഈ നാളികേരം അവിടെ തന്നോളാം എന്ന് പറയും. അപ്പോൾ ആ മഴ വരുന്ന സമയത്ത് അത് വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പോയി പെയ്യാന്നല്ലാതെ അവിടെ പെയ്യില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ വന്നാൽ തന്നെ കാണാം, അവിടെ ഇഷ്ടംമാതിരി നാളികേരങ്ങൾ അവിടെ വന്ന് ഇറച്ചിട്ടിട്ടുണ്ടാകും. അതങ്ങനെ കൊണ്ടുവരാനാണ് ആൾക്കാർ. പിന്നെ കല്യാണം ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ അയ്യപ്പസ്വാമിനെ വിചാരിച്ചിട്ട് ഇങ്ങനെ നാളികേരം വരച്ചിട്ട് പന്തലിമിടാറും അതിനെ ഞങ്ങൾ പായസം കഴിച്ചോളാം എന്ന് പറയാറും ആ മഴ ഇല്ലാതിരിക്കലാണ് കൂടുതലും അതിൻ്റെ ഐതിഹ്യം ഉണ്ടാവാറ്. അത് ഇവിടുന്ന് മാത്രമല്ല, പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് ഇങ്ങോട്ട്. കിണറുണ്ടാക്കുമ്പോൾ വെള്ളം കണ്ടില്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ചിലർ ഇളനീര് ധാരയ്ക്ക് കൊടുന്ന് കൊടുക്കും, ചിലർ വഴിപാട് വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പൈസ കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ട് വിചാരിക്കും. അങ്ങനെ ആ വെള്ളം കാണും. കിണറുണ്ടാക്കുമ്പോൾ വെള്ളം കണ്ടില്ലെങ്കിൽ ഈ അയ്യപ്പസ്വാമിനെ വിളിക്കും. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അമ്പലത്തിലേക്ക് തോണിയിലാണ് പൂജ ചെയ്യാൻ നമ്പൂതിരിമാർ പോവാറ്. ആളുകളും തൊഴാനും തോണിയിലാണ് പോയിരുന്നത്. ഇപ്പോൾ അത് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ പാലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ താഴത്തെ കൂടി കണ്ട് പോകും, തോണിയില്ല, മേലെ കൂടിയ പാലത്തുമ്മ കൂടിയും പോകും. പിന്നെ പഴയ മാതിരത്തൊരു വെള്ളം ഇപ്പം അങ്ങനെ കൂടുതൽ ഉണ്ടാവാറില്ല. പഴയ കാലത്ത് നല്ല വെള്ളം തന്നെയായിരുന്നു, അന്നാണ് കൂടുതലും തോണി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ പാലത്തിന് ഇഷ്ടമുള്ളവർ പാലത്തുമ്മ കൂടി പോകും, ഇങ്ങനെ കാല് കഴുകിയിട്ട് കണ്ട് കയറാന്നുള്ള ലെവലിൽ താഴത്ത് കൂടി ഇറങ്ങി പോവുകയും ചെയ്യും. തോണി ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കാറില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വര മന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട്
പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.